ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം റോമാലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു വരികയായിരുന്നു. റോമാലേഖനത്തിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ ആദ്യത്തെ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം റോമാലേഖനം 1 അധ്യായം 17 വാക്യം 16 വരെ അതിൻ്റെ ഇൻട്രഡക്ഷനാണ്. അതിൻ്റെ 17 വാക്യമാണ് റോമാലേഖനത്തിൻ്റെ വിഷയം എന്താണ് എന്നുള്ളത് പറയുന്നത്. റോമാലേഖനം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ അതിലെ വിഷയം എന്താണ് എന്ന് കാണിക്കുന്ന ഹെഡിങ്ങാണ് അതിൻ്റെ 17 വാക്യം. അതായത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ആ വാക്യം. അഥവാ വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് പ്രധാന വിഷയമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ 1 അധ്യായം 18 മുതൽ 5 അധ്യായം 11 വരെയുള്ള ഭാഗം അത് നീതീകരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. എന്നാൽ അത് വീണ്ടും രണ്ടായിട്ട് ആ ഭാഗത്തെ നമുക്ക് തിരിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ 1 അധ്യായം അതിൻ്റെ 18 മുതൽ ഉള്ള വാക്യങ്ങൾ, ആ അധ്യായം മുഴുവനും, അതായത് അതിൻ്റെ 3:20 വരെ ഉള്ള വാക്യങ്ങൾ, അതാണ് പാപം എന്ന ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. 1 അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമെന്ന് പറയുന്നത് 18 മുതലുള്ള വാക്യങ്ങൾ അവിടെ എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന് തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞ് 2 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ അങ്ങോട്ട് 16 വാക്യം വരെയുള്ള ഭാഗത്ത് പറയുന്നത് ധാർമ്മിക മനുഷ്യനും പാപികളാണ്. ധാർമ്മിക മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ ചുവനേരെ തങ്ങൾ ജീവിക്കുന്നവരാണ് എന്ന് മതപരമായിട്ട് അഭിമാനിക്കുന്ന ആളുകൾ, തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്വയം അഭിമാനിക്കുന്നവർ, മതഭക്തന്മാർ ആയിരിക്കുന്ന ധാർമ്മികമായിട്ട് ഉള്ള ആളുകൾ, അവരും പാപികളാണ് എന്നാണ് ആ ഭാഗം തെളിയിക്കുന്നത്. 2 അധ്യായം അതിൻ്റെ 1 വാക്യം മുതൽ 16 വാക്യം വരെയുള്ള ഭാഗത്ത്. അത് കഴിഞ്ഞ് ഉള്ള ഭാഗം വരുമ്പോൾ അവിടെ യഹൂദനും പാപികളാണ്, യഹൂദനും എന്ത് വിശേഷത എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ 2 അധ്യായം 17 മുതൽ 3 അധ്യായം 18 വരെയുള്ള ഭാഗങ്ങൾക്ക് യഹൂദന് ഒരു പ്രയോജനവുമില്ല, അവനും പാപിയാണ് എന്ന് അവിടെ പറഞ്ഞ് അപ്പോസ്തലൻ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഒടുക്കം 3 അധ്യായം 18 വാക്യം മുതൽ അങ്ങോട്ട് ന്യായപ്രമാണം നൽകിയതിൻ്റെ ഉദ്ദേശം, മാത്രമല്ല എങ്ങനെയാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള ആ വിഷയത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മുതൽ അതിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ന്യായപ്രമാണം എന്തിനാണ് തന്നത്, ന്യായപ്രമാണത്താൽ ആരെങ്കിലും നീതീകരിക്കപ്പെടുമോ, ഇല്ല എന്നുള്ളത് തെളിയിക്കുകയാണ്. അതാണ് 3 അധ്യായം 19 20 വാക്യങ്ങളിൽ കാണുന്നത്. നാം കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് 3 അധ്യായം 18 വരെയുള്ള ഭാഗങ്ങളാണ് ചിന്തിച്ചത്. അതായത് സാധാരണ മനുഷ്യർ എല്ലാവരും പാപികളാണ്. അത് കഴിഞ്ഞ് ധാർമ്മിക മനുഷ്യരെല്ലാവരും പാപികളാണ്. 3 യഹൂദനെന്ത് വിശേഷത, അവനും പാപിയാണ്, അവരും പാപികളാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നാം ചിന്തിച്ചു വന്നത്. അങ്ങനെ സകല മനുഷ്യരും പാപികളാണ് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. 19 വാക്യത്തിൽ വരുമ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞതെല്ലാം, അതായത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാണ് ഈ പ്രസ്താവിക്കുന്നത്. അവിടെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ എന്ന് പറയുകയാണ്.
19 വാക്യത്തിൽ. ഇങ്ങനെ സകല മനുഷ്യരും, ആരും ശേഷിക്കാതെ സകല മനുഷ്യരും അവർ പാപികളാണ്, ഏത് വായും അടഞ്ഞ് അവർക്കൊന്നും ന്യായം പറയുവാനില്ലാതെ സർവ്വലോകവും ദൈവസന്നിധിയിൽ പാപികളാണ് എന്ന 19 വാക്യത്തിൽ അവിടെ പറയുന്നു. അപ്പോൾ ന്യായപ്രമാണവുമായിട്ട് അനുഷ്ഠിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിയായാൽ തന്നെയും അവന് ന്യായപ്രമാണപ്രകാരം രക്ഷയില്ല. ന്യായപ്രമാണം ആർക്കും നിവർത്തിപ്പാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. BC 1400 സീനായി മലയുടെ അടിയിൽ വെച്ച് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തു. അന്ന് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വരെ 1400 വർഷം ഒരൊറ്റ മനുഷ്യൻ പോലും ആ ന്യായപ്രമാണപ്രകാരം നീതീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവം ഈ 1400 വർഷം ന്യായപ്രമാണം കൊടുത്തിട്ട് അതിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തി നീതീകരിക്കപ്പെടുമോ എന്ന് പരിശോധിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഇതാണ്: ഒറ്റ വ്യക്തിക്ക് പോലും കഴിഞ്ഞ 1400 വർഷമായിട്ട് ലോകത്തിലൊരു വ്യക്തിക്ക് പോലും ന്യായപ്രമാണപ്രകാരം ദൈവസന്നിധിയിൽ നീതിമാനായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയുകയാണ് ചെയ്തത്. അപ്പോൾ ന്യായപ്രമാണം പിന്നെ എന്തിനാണ് നൽകിയത്? ന്യായപ്രമാണം എന്ത് കാരണത്താൽ ദൈവം നൽകി? അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ പർപ്പസ് എന്താണ്? ന്യായപ്രമാണം തന്നതിൻ്റെ 19-20 വാക്യങ്ങളിൽ 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എൻ്റെ പ്രധാന പറയുന്നതിൻ്റെ താല്പര്യം, ന്യായപ്രമാണം പോലെ ഇത്രയും വിശുദ്ധമായ ഒരു പ്രമാണം വേറെ ഇല്ല. അതായത് അത് പാവനവും ശക്തവുമായിരിക്കുന്ന പ്രമാണമാണ് ന്യായപ്രമാണം. എന്നാൽ ദൈവം അത് എന്തിനു തന്നു എന്ന് ഗ്രഹിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. എന്തിനാണ് ന്യായപ്രമാണം തന്നത് എന്ന് മനസ്സിലാക്കിയില്ല. മനുഷ്യനത് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രമാണിച്ച് രക്ഷപ്പെടുവാനായിട്ട് നൽകിയതല്ല. ഒരു മനുഷ്യനെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നൽകിയ ഒരു പ്രമാണമല്ല ന്യായപ്രമാണം. അത് പ്രമാണിച്ച് ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. പിന്നെ ന്യായപ്രമാണം വളരെ വലുതായിട്ട് കരുതിയിരുന്ന യഹൂദനോട് ചോദിച്ചാൽ അവരാരും ആ ന്യായപ്രമാണപ്രകാരം രക്ഷപ്പെട്ടതായിട്ട് കാണുന്നില്ല. ദൈവം ഇസ്രായേലിന് ഈ ന്യായപ്രമാണം നൽകിയത് മനുഷ്യവർഗത്തിൽ വെച്ച് ഒരു സാമ്പിളായിട്ട് ഇസ്രായേൽ എന്ന ആ ചെറിയ ജനത്തെ പ്രത്യേകം വേർതിരിച്ച് ആ ജനത്തിന് ദൈവം ആ അതിവിശുദ്ധമായിരിക്കുന്ന ന്യായപ്രമാണം നൽകി. ആ പ്രമാണം അനുഷ്ഠിച്ച് ലോകത്തിൽ ആരെങ്കിലും മനുഷ്യൻ നീതിമാനായിത്തീരുമോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഒരു സാമ്പിളായിട്ടാണ് മറ്റുള്ള മനുഷ്യവർഗത്തിൽ വെച്ച് ഇവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇവർക്ക് പ്രത്യേക നിയമങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് ഈ ന്യായപ്രമാണം അവരെ ഏൽപ്പിച്ചു. അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ട് അവരെ പരിശോധിച്ചു. ദൈവത്തെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പല അനുഗ്രഹങ്ങളും അവരുടെ പിതാക്കന്മാരിൽ കൂടി അവർക്ക് നൽകി. ദൈവം അവർക്ക് വളരെ അനുകൂലമായിട്ടിരുന്നു. ഭൗമികമായ നന്മകൾ നൽകി. പലപ്പോഴും അവരോട് അടുത്തിടപെട്ടു. അവരുടെ പ്രവാചകന്മാർ മുഖാന്തരം, പിതാക്കന്മാർ മുഖാന്തരം. അങ്ങനെ ഈ പ്രമാണമനുസരിച്ച് ആരെങ്കിലും നീതിമാനാകുമോ, നീതീകരിക്കപ്പെടുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ദൈവം ചെയ്തത്. പക്ഷെ അവരിൽ ആരും നീതീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കണ്ട് ഈ ന്യായപ്രമാണം കൊണ്ട് ലോകത്തിലൊരൊറ്റ മനുഷ്യൻ പോലും നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് സമർത്ഥിക്കുകയായിരുന്നു. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നദ്ധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ന്യായപ്രമാണം കൊണ്ട്
ഞാൻ പാപിയാണ് എന്ന് ഒരു മനുഷ്യന് ബോധ്യമാകും. അതിനാ ന്യായപ്രമാണം കൊടുത്തത്. ഏതൊരു മനുഷ്യനെയും താൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ് എന്ന് അവൻ തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം മനുഷ്യന് നൽകിയത്. ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞത് ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ടാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്താൽ നീ പാപിയാണ്, തെറ്റാണ് ചെയ്യുന്നത്, ദൈവത്തോടുള്ള ശത്രുതയാണത് എന്നുള്ള പ്രമാണം കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായത്, ഞാൻ ജീവിക്കുന്നത് പാപത്തിലാകുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നതല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം പാപമാണ് എന്ന് അവന് ബോധ്യപ്പെടണം. അതിനുവേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത്. അല്ലാതെ ന്യായപ്രമാണം കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയല്ല കൊടുത്തത്. ന്യായപ്രമാണത്താൽ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, അയ്യോ ഞാൻ പാപിയാണ്. പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനൊരു പാപിയാണ് എന്നേതൊരു വ്യക്തിയും മനസ്സിലാക്കുവാൻ വേണ്ടി അവന്റെ മുമ്പിൽ കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നോക്കുന്ന ആളിന്റെ മുഖത്തുള്ള സകല മലിനതകളും അഴുക്കും അവന്റെ കണ്ണിൽ പെടുന്നു. അവൻ കാണുന്നു, അയ്യോ ഞാൻ എത്രമാത്രം മലിനനാണ്, ഞാൻ എത്രമാത്രം അഴുക്കൻ ജീവിക്കുന്നവനാണ് എന്നവന് മനസ്സിലാകുവാൻ കഴിയുന്നു. പക്ഷേ ആ ന്യായപ്രമാണം അവനെ രക്ഷപ്പെടുത്തുന്നില്ല. ആ കണ്ണാടി അവന്റെ മുഖം കഴുകുവാൻ കഴിയുന്നതല്ല. ആ കണ്ണാടിയിൽ അവന് കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ കണ്ണാടി കൊണ്ട് അവന്റെ മുഖം കഴുകിയെടുക്കുവാനോ അത് വൃത്തിയാക്കുവാനോ തുടച്ചെടുക്കുവാനോ കഴിയുകയില്ല. അതിന് വേറെ വെള്ളം വേണം, ശുദ്ധമായ വെള്ളം വേണം. ആ വെള്ളം കൊണ്ടേ അവന്റെ മുഖം കഴുകുവാൻ കഴിയുകയുള്ളൂ. പിന്നെ ന്യായപ്രമാണം ഇങ്ങനെ കൊടുത്തതെന്തിനാണ്? ഏത് മനുഷ്യനും, അതിലേക്ക് നോക്കുന്ന ഏതൊരു മനുഷ്യനും അവനെ തന്നെ മനസ്സിലാക്കണം, അവൻ പാപിയാണ്, അവൻ അശുദ്ധനാണ്, ദൈവത്തോടടുക്കുവാൻ അവന് യോഗ്യതയില്ല. ഇതിനായിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. അല്ലാതെ ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അത് മരണ ശുശ്രൂഷയായിട്ട് കൊടുത്തതാണ്. അത് മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. ന്യായപ്രമാണപ്രകാരം ചെയ്യുന്ന ആ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അതിൻ്റെ കീഴിലുള്ളവരെല്ലാം ശാപഗ്രസ്തരായിരുന്നു. ന്യായപ്രമാണം അറിഞ്ഞവരൊക്കെ ശാപഗ്രസ്തരാണ്. ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങൾ നിവർത്തിക്കുവാൻ കഴിയാതെ നിലവിളിക്കുന്ന അവസ്ഥയാണ് ഏതൊരു മനുഷ്യനും. അതുകൊണ്ടാണ് പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ കീഴിലെ ഏത് മനുഷ്യനും ശാപഗ്രസ്തനായിത്തീരുന്നു. ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ സകലതും തെറ്റിക്കുന്ന നിലയിൽ അത് കണക്കാക്കപ്പെടും. അങ്ങനെ അതിൻ്റെ കീഴിലുള്ളവരെല്ലാം ശാപത്തിന്റെ കീഴിലാകുന്നു. ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനു കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ വേണ്ടിയാണ് 1400 വർഷം കഴിഞ്ഞ് ന്യായപ്രമാണകാലം കഴിഞ്ഞപ്പോൾ, അതേ ആ കാലസമ്പൂർണതയിൽ ന്യായപ്രമാണമെന്ന കാലം തികഞ്ഞപ്പോൾ, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അവനിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ആ യേശുക്രിസ്തു വന്നതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയത്. അതാണ് നാം കാണുന്നത്. തുടർന്നങ്ങോട്ട് അപ്പോൾ നേരെ ഉള്ള വഴിയെ നടക്കുവാനായിട്ട്, വഴി കാണിച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു പ്രമാണമായിട്ട് അത് കൊടുത്തുവെങ്കിലും മനുഷ്യന് ആ വഴിയെ നടക്കുവാൻ കഴിയാത്ത വളഞ്ഞ വഴിയെയായിരുന്നു അവൻ സഞ്ചരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ന്യായപ്രമാണത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യം, ന്യായപ്രമാണത്തിൻ്റെ അതിൻ്റെ ആ പ്രൈമറി
പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വിശുദ്ധമാണ്. ന്യായപ്രമാണത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കും കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെയും ഗുണവിശേഷത്തെയും സ്വന്തം ഇഷ്ടത്തെയും എല്ലാം അത് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം അഥവാ ന്യായപ്രമാണം. ദൈവം അതിപരിശുദ്ധൻ മാത്രമല്ല, നീതിയുള്ള ന്യായാധിപൻ കൂടെയാണ്. അവൻ ആരാകുന്നു എന്നതും അവൻ്റെ ആ കർത്തൃത്വത്തെയും ന്യായപ്രമാണം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് എന്നതൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയല്ല, അതായത് അടിയന്തരമായി അതിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. ആ വിധം ന്യായപ്രമാണം വെളിപ്പെടുന്നത് എന്താണ്? ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത് അത് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിവയാണ്. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്ന് പറയുകയാണ്. പക്ഷേ അതിനനുസരിച്ച് മനുഷ്യന് ജീവിക്കുവാൻ കഴിയുന്നില്ല. മനുഷ്യൻ ഇത് ഗ്രഹിക്കണം, അതിനാണ് തന്നത്, അല്ലാതെ അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല തന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ആ പ്രമാണം അനുസരിച്ച് നീതീകരിക്കണം എന്നുള്ളതല്ല. പിന്നെയോ ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ്, ദൈവത്തിൻ്റെ ന്യായം എന്താണ്, ദൈവത്തിൻ്റെ പരമാധികാരം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ്, ഇതെല്ലാം മനുഷ്യൻ അറിയണം. മനുഷ്യൻ്റെ സ്വയം അവസ്ഥ എന്താണ് അത് മനുഷ്യൻ അറിയണം. ഇതിൽ നിന്നുള്ള ഒരു വിടുതൽ അവൻ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം അവനുണ്ടാകണം. ദൈവത്തോടുള്ള ഭയം അവനുണ്ടാകണം. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു മനോഭാവം അവനുണ്ടാകണം. ഇതിനെല്ലാം വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത്, അല്ലാതെ രക്ഷപ്പെടുവാൻ വേണ്ടി അല്ലായിരുന്നു. അങ്ങനെയാണ് 1400 വർഷങ്ങൾ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് അറിയുവാനും അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അറിയുവാനും പാപത്തെക്കുറിച്ച് ബോധം വരുവാനും ദൈവം മനുഷ്യന് നൽകിയ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഏതൊരു പാപം ചെയ്താലും അതിന് പരിഹാരം വേണം. പാപം ചെയ്യുന്നവന് ഉടൻ തന്നെ യാഗമർപ്പിക്കണം. ആ യാഗമർപ്പിച്ചെങ്കിലേ അവൻ്റെ പാപത്തിന് ശമനമുണ്ടാകുകയുള്ളൂ. പക്ഷേ അവൻ ഏത് പാപം ചെയ്യുന്നവോ ആ പാപത്തിന് പരിഹാരമായിട്ടൊരു യാഗമർപ്പിച്ചാൽ, ആ യാഗമർപ്പിച്ചിട്ട് അവൻ പ്രാകാരത്തിൽ നിന്ന് വെളിയിൽ പോയി വീണ്ടും ഒരു പാപം ചെയ്താൽ അന്ന് തന്നെ ആ പാപത്തിനും അവൻ പരിഹാരത്തിനായിട്ട് വേറൊരു യാഗവുമായിട്ട് വീണ്ടും മരണം. ഇതെന്തൊരു കാര്യമാണ്! ഓരോ പാപത്തിനും പാപപരിഹാരത്തിനായി യാഗമർപ്പിക്കണം. ഇനിയും അതുമല്ല, ഈ പാപം പൂർണ്ണമായിട്ട് ക്ഷമിക്കപ്പെടുന്നുമില്ല, അത് മറയ്ക്കുകയാണ്, തൽക്കാലം മറയ്ക്കുക. അതാണ് കാണിക്കുന്നത്. യഹൂദയുടെ പാപം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ വജ്രത്തിൻ്റെ മുന കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാപം അവൻ യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ അവൻ അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ രക്തം കൊണ്ട് പുരോഹിതൻ ആ യാഗപീഠത്തിൻ്റെ കൊമ്പിന്മേൽ ആ രക്തം ഇങ്ങനെ പുരട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ പാപം മായ്ക്കുന്നു, മറയ്ക്കുന്നു. അത് ഉണങ്ങിക്കഴിയുമ്പം വീണ്ടും അതവിടെ തന്നെ ഉണ്ട്. അവൻ്റെ പാപം ഒരിക്കലും പരിഹാരം വരാതെ കിടക്കുകയാണ്. അപ്പോൾ പാപത്തിൻ്റെ കാഠിന്യം എത്രത്തോളമാണെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും അവൻ മനസ്സിലാക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ നിയമം അത് മനുഷ്യൻ അറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപി തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് പാപിയുടെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനും ദൈവത്താൽ അല്ലാതെ വേറെ ഒരു മാർഗമില്ല. മനുഷ്യൻ സ്വയം അതിനുണ്ടെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യാം എന്ന് ഉള്ള ധാരണ അവന് ഇല്ലാതാകണം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനായിട്ട്
ഈ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. റോമാലേഖനം നാം നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നാം ഇതുവരെ ചിന്തിച്ചത് അതിൻ്റെ 1-ാം അധ്യായം 18 മുതൽ 3-20 വരെയുള്ള ആ വാക്യങ്ങൾ, അത് മുഴുവൻ പാപത്തെക്കുറിച്ച്, പാപിയെക്കുറിച്ച്, പാപിയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒക്കെ പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഇങ്ങനെ സകല മനുഷ്യരും പാപികളാണ്. അപ്പം പാപിയാണെങ്കിൽ പിന്നെ എന്ത് വേണം? അതിൻ്റെ പരിഹാരമാണ് നീതീകരണം. പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ നീതീകരിക്കപ്പെടണം. ആ നീതീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു പാപിക്ക് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനും രക്ഷപ്പെടുവാനുമായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താണ്? അതാണ് നീതീകരണം. അവിടെ 3:21 മുതൽ 5:21 വരെ തെളിയിക്കുകയാണ്. സകല പാപികൾക്കും നീതീകരണം വരുത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. അത് അവിടെ പ്രത്യേകാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം വരുത്തുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഇവിടെ അപ്പോസ്തലൻ തെളിയിക്കുന്നത് ന്യായപ്രമാണം കൊണ്ടൊരു പ്രയോജനവുമില്ല, അതുകൊണ്ടൊരു പാപിയും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ പാപിക്ക് നീതീകരണം ആവശ്യമാണ്, രക്ഷ ആവശ്യമാണ്, പാപപരിഹാരം ആവശ്യമാണ്. ഇത്യാദി കാര്യങ്ങൾ അവന് ആവശ്യമാണെന്നുള്ള ഒരു ബോധം, ഒരു അത്യാവശ്യമായ എന്നുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ജനിക്കണം സകല മനുഷ്യർക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് റോമർ 3:21 മുതൽ 5:21 വരെ ഉള്ള ഭാഗത്ത് നീതീകരണം എങ്ങനെ ഒരു പാപിക്ക് ലഭിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. നീതീകരണം എന്നുള്ള വിഷയം തന്നെ വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. അതാണ് ഈ റോമാലേഖനം പലരും വേണ്ടത്ര ഗ്രഹിക്കാതെ പോകുന്നത്. അതിലെ അതിപ്രധാനമായ വിഷയമാണ് നീതീകരണം എന്നുള്ളത്. ഒരു പാപി, മരണയോഗ്യനായ ഒരു പാപി, ദൈവസന്നിധിയിൽ ദൈവത്തിന് ശത്രുവായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ദൈവസന്നിധിയിൽ നീതിമാനായിട്ട് തീരുന്നു, ആ കഥയാണ് ഇനി താഴോട്ട് പറയുവാൻ പോകുന്നത്. 21-ാം വാക്യം. ഇപ്പോൾ, അതായത് ഈ അവസ്ഥയിൽ, എല്ലാവരും പാപികളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അവിടെ കൊണ്ട് ന്യായപ്രമാണം തീരുകയാണ്. ന്യായപ്രമാണം കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല നീതീകരിക്കപ്പെടുവാൻ. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും ന്യായപ്രമാണം കൊണ്ടല്ല നീതീകരണം ഉണ്ടാകുന്നത്, ന്യായപ്രമാണം കൊണ്ടല്ല, പിന്നെയോ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതി തന്നെ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനെ ഇവിടെ 2 പ്രാവശ്യം ഇവിടെ പറയുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്നുള്ള ഒരു വാക്ക് നോക്കുക. ദൈവത്തിൻ്റെ നീതി. അത് കഴിഞ്ഞ് ആ സെന്റൻസിൽ തന്നെ താഴെ വരുന്നുണ്ട്, വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. അവിടെ ദൈവത്തിൻ്റെ നീതി, ദൈവനീതി എന്നിങ്ങനെ 2 പ്രാവശ്യം 21-ാം വാക്യത്തിൽ നീതിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ നീതിമാനായി തീരണമെങ്കിൽ, അവൻ നീതീകരിക്കപ്പെടണമെങ്കിൽ ആ നീതി എവിടെ നിന്ന് അവന് ലഭിക്കണം? ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആ 21-ാം വാക്യത്തിൽ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ നീതിയെന്നും ദൈവനീതിയെന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും ഭൂമിയിൽ നീതിമാനാകണമെങ്കിൽ, നീതീകരിക്കപ്പെടണമെങ്കിൽ അവന് ദൈവത്തിൽ നിന്നുള്ള നീതി ലഭിക്കണം. എങ്കിലേ അവൻ നീതിമാനായിട്ട് തീരുകയുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് മനുഷ്യന്റെ നീതിയല്ല. മനുഷ്യന്റെ നീതി പ്രവൃത്തികളാൽ അവന് സാധിക്കും.
എന്നാണ് അവൻ്റെ വിചാരം. അതായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. യെശയ്യാവ് 64 6 വാക്യത്തിൽ മനുഷ്യന്റെ ഏത് നീതിപ്രവൃത്തിയും ദൈവസന്നദ്ധിയിൽ കറപുരണ്ട തുണി പോലെ അത്രേ എന്നാണ് നാം വായിക്കുന്നത്. അവിടെ ഒറ്റ ഒരു മനുഷ്യന്റെയും നീതിപ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയല്ല, അത് വിശുദ്ധമല്ല എന്ന് കാണിക്കുകയാണ്. ബൈബിളിലെ ആ നീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. ഒരിക്കൽ നല്ല ഗുരു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കർത്താവിനെ വിളിച്ചു. കർത്താവിനോട് പറഞ്ഞു, നീ നല്ല ഗുരു എന്ന്. അന്നേരം കർത്താവ് മറുപടി പറഞ്ഞ എന്താണ്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ പിന്നെ ആര് ഉണ്ട് എന്നാണ്. അപ്പം ആകെ കൂടെ നല്ലവനെന്ന് പറയാൻ, നീതിമാനെന്ന് പറയാൻ, കൊള്ളാവുന്നവനെന്ന് പറയാൻ ആകെ ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ്. സകല മനുഷ്യരും പാപികളാണ്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10:18 കർത്താവ് അത് പറഞ്ഞത്. നീ എന്നെ നല്ലവനെന്ന് പറയുന്നുവല്ലോ, നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമത്രേ എന്നാണ്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ നന്മയുടെ മാനദണ്ഡം ഒന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. വിശ്വാസിക്ക് നന്മയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് കർത്താവ് മാത്രമാണ്. കർത്താവിൽ മാത്രമേ അവന് നന്മ എന്ന് പറയുവാൻ കഴിയുള്ളൂ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. ദൈവഹിതപ്രകാരമുള്ളതിന് മാത്രമേ ദൈവം നന്മ എന്ന് പറയുന്നുള്ളൂ, അതിന് മാത്രമേ നീതീകരണം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പം മോശയോട് ദൈവം പറഞ്ഞത് എന്താണ്? ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ എൻ്റെ നന്മയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും. എൻ്റെ നന്മയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും. മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മറ്റ് സൃഷ്ടികളിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ദൂതന്മാരാകട്ടെ, മറ്റ് സറാഫുകളാകട്ടെ, മറ്റ് ജീവജാലങ്ങളാകട്ടെ, ഇവയിൽ നിന്നെല്ലാം ദൈവത്തിന് മനുഷ്യനോടൊരു പ്രീതിയുണ്ട്, ഒരു പ്രീതി വാത്സല്യമുണ്ട്, അവനോടൊരു അനുകമ്പയുണ്ട്, അവനോടൊരു കരുണയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അവനെ തള്ളിക്കളയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് പറയുന്നത്, എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന നീ, അല്ലെങ്കിൽ അവരോട് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്നാണ്. പാപം നീങ്ങിപ്പോകണം. സാത്താൻ വഞ്ചിച്ച് പാപത്തിൽ അകപ്പെടുത്തിയതാണ്. ആ പാപത്തെ നീക്കണം, അത് മാറിപ്പോകണം, അതിന് പരിഹാരം വരണം. അതിന് മനുഷ്യനെ കഴുകി ശുദ്ധീകരിച്ചെടുക്കണം. അതിനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത്. മനുഷ്യനോടുള്ള പ്രീതി, മനുഷ്യനോടുള്ള സ്നേഹം, മനുഷ്യനെ നീതീകരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം അത് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞ എന്താണ്? കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീനെന്നാണ് മനുഷ്യനെ കർത്താവ് ഉപദേശിച്ചത്. പിതാവിനെ പോലെയുള്ള നന്മ, പിതാവിനെ പോലെയുള്ള സൽഗുണം മനുഷ്യരിലും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ, എന്ത് സൽഗുണം എന്നൊക്കെ പറഞ്ഞാൽ, കർത്താവ് പിന്നെയും പറഞ്ഞു അവരോട്, മനുഷ്യരോട്, പിതാവ് മനസ്സലിവുള്ളവനാകയാൽ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ. മർക്കോസ് 6:26. ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാണ് എന്ന് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നാമും അതുപോലെ ക്രിസ്തുവിനെ അനുകരിച്ച്
അവനെപ്പോലെ ആയിത്തീരുക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മനുഷ്യൻ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. ഏതൊരു മനുഷ്യനെയും തൻ്റെ പുത്രനെ പോലെ ആക്കി തീർക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അവൻ്റെ ഹിതം, ഉള്ളിലെ സ്നേഹം, ആർദ്രത എല്ലാം അങ്ങനെയാണ്. പക്ഷേ മനുഷ്യനത് വേണ്ടത്ര ഗ്രഹിക്കുന്നില്ല. അത് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും അവൻ ഇല്ലാതെ പോകുന്നത്. ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ നിന്ന് ഇവനെ വീണ്ടെടുക്കണം, ഇവനെ നീതീകരിക്കണം, ഇവനെ വിശുദ്ധനാക്കണം എന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യത്തെ, ദൈവത്തിന് മനുഷ്യനോടുള്ള പ്രീതി വാത്സല്യത്തെ ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നവോ അവനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ, അവനാണ് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ. ബൈബിളിലെ നീതിശാസ്ത്രം മുഴുവൻ അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, കർത്താവ് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് കൽപ്പന നൽകിയിട്ടുള്ളത്. ആത്മാവ് ലേഖനങ്ങളിലൂടെ അനേക കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നാം നോക്കുമ്പോൾ സമഗ്രവും സമ്പൂർണവുമായിരിക്കുന്ന അനേക ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ പുതിയ നിയമകൽപ്പനകളായിട്ട് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നീതിശാസ്ത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ ദൈവമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സ്വയനീതി ഒരിക്കലും അവനെ രക്ഷിക്കുകയില്ല. യഹസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യപുത്ര. മനുഷ്യപുത്ര എന്നവിടെ വിളിക്കുന്നത് യഹസ്കേലിനെയാണ്. പ്രവാചകനോട് പറയുകയാണ്, നീ നിന്നെ തന്നെ നിന്റെ സ്വജാതിക്കാരോട് നീ പറയേണ്ടത് എന്താണെന്നാൽ, നീ നിന്റെ സ്വജാതിക്കാരോട് പറയുക. എന്താണ് പറയുന്നത്? നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. യഹസ്കേൽ 33:12. നീതിമാൻ തന്റെ നീതി വിട്ട് തിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. യഹസ്കേൽ 33:18 നീതിമാൻ ഒരു ദിവസം നീതി ചെയ്തു ജീവിച്ചു എന്നാൽ അന്ന് തന്നെ അവൻ തൻ്റെ വാഗ്മന ക്രിയയാൽ, അവൻ്റെ മനസ്സിൽ തോന്നിയാൽ മതി പാപം, ആ മനസ്സിൽ പോലും തോന്നുന്ന പാപത്താൽ അവൻ പിന്നെയും പാപിയ എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ അവൻ പാപം ചെയ്യുന്ന മനസ്സുകൊണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? അവൻ മരിക്കും. ഇതാണ് യഹസ്കേലിനോട് ദൈവം പറഞ്ഞത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപത്തിനും അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ഖണ്ഡിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകൾ തിരുസന്നതിയിൽ ബോധിപ്പിക്കുന്നത്. ദാനിയേൽ 9:18. അതാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തീത്തോസ് 3:5. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കരുണ തോന്നി തന്നതാണ്, നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല. നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ട് നമുക്ക് നീതി ലഭിക്കുകയില്ല, നാം രക്ഷ പ്രാപിക്കുകയില്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരികയുമില്ല. അതല്ലയോ ന്യായപ്രമാണം കൊടുത്തിട്ട് 1400 വർഷം പരിശോധിച്ചു നോക്കിയത്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട്, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട്, മനുഷ്യൻ്റെ യാതൊരു കഴിവ് കൊണ്ടും ഒരു മനുഷ്യനും ലോകത്തിൽ നീതിമാനാവുകയില്ല, അവൻ നീതീകരിക്കപ്പെടുകയില്ല എന്ന് സാരം. ഇത് പറഞ്ഞിട്ട് പറയുകയാണ് 22-ാം വാക്യത്തിൽ, 3:22 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇതിന്, ഈ പറഞ്ഞ കാര്യത്തിന് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല
എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിന്, ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്താണ് അവർ സാക്ഷ്യം പറയുന്നത്? ന്യായപ്രമാണം പറയുന്നത് എന്താണ്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവദേശമില്ലാത്തവരായിട്ട് തീർന്നു. അതാ തിരുവെഴുത്ത് പറയുന്നത്, അതാണ് ന്യായപ്രമാണം പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, ന്യായപ്രമാണത്താൽ നീതി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൂടാതെ പ്രവാചകന്മാരുടെ സാക്ഷ്യം എന്താണ്? എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. അവിടെ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. യെശയ്യാ 53 വാക്യമാണ് ഞാൻ ഈ വായിക്കുന്നത്. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, അഥവാ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതേ ആശയത്തിൽ യെശയ്യാ 53 ആ 5-6 വാക്യങ്ങളിൽ പറയുന്നത്, യഹസ്കേൽ 33 12, 18, അതുപോലെ ദാനിയേൽ 9 18 മുതലായ വാക്യങ്ങളിലും നാം എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയവരാണ്, പാപികളാണ് എന്നുള്ളത് പ്രവാചകന്മാർ സാക്ഷ്യം പറയുകയാണ്. യെശയ്യാവ്, യഹസ്കേല്, ദാനിയേൽ മുതലായവർ അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്ത് സാക്ഷ്യമാണ് അവർ പറയുന്നത്? നിങ്ങൾക്ക് സ്വയമായിട്ട് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുകയില്ല. അതാണ് ന്യായപ്രമാണം പറയുന്നത്. പ്രവാചകന്മാരെല്ലാം പറയുന്നത് ഒരു മനുഷ്യനും സ്വയമായിട്ട് നീതീകരിക്കുവാൻ കഴിയുകയില്ല, നീതിമാനായി തീരുവാൻ കഴിയുകയില്ല. അതാണ് പ്രവാചകന്മാരും പറയുന്നത്. അങ്ങനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒരുപോലെ സാക്ഷ്യം പറയുകയാണ്. മനുഷ്യൻ സ്വയമായിട്ട് നീതീകരിക്കപ്പെടുകയില്ല. പാപത്തിന്റെ ശമ്പളമായ മരണം അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് പറയുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം പരിഹരിക്കുവാനായിട്ട്, ആ അകൃത്യം മുഴുവനും ദൈവം അവന്റെ മേൽ, പുത്രന്റെ മേൽ ചുമത്തി. നാം ചെയ്യുന്ന സകല പാപങ്ങളും, നമ്മുടെ മേലുള്ള സകല അകൃത്യവും എല്ലാം, അതിക്രമങ്ങളും അകൃത്യവും, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ തകർന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പാപങ്ങൾക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു മുറിവേറ്റും തകർന്നും എന്ന് പറഞ്ഞാൽ മരിച്ചുമിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ എല്ലാവരുടെയും അകൃത്യം, സകല പാപങ്ങളും പുത്രന്റെ മേൽ ചുമത്തി അവൻ ആ പാപമെല്ലാം ഏറ്റെടുത്തു. അവന്റെ ശരീരത്തിൽ, പാവനമായ ശരീരത്തിൽ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപമില്ലാത്തവൻ, അവന്റെ ഉള്ളിൽ പാപമില്ല, അങ്ങനെയുള്ളവൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ഏറ്റെടുത്തു. അതാണ് പ്രവാചകന്റെ സാക്ഷ്യം. അപ്പോൾ രക്ഷപ്പെടുവാനുള്ള മാർഗം, നീതി പ്രാപിക്കുവാനുള്ള മാർഗം ഒറ്റ പോയിന്റിലേ ഉള്ളൂ, ഒരിടത്തേ ഉള്ളൂ. ആരാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത്, നമ്മുടെ അകൃത്യങ്ങളെ വഹിച്ചിരിക്കുന്നത്? അവനിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ, പാപപരിഹാരം ലഭിക്കുകയുള്ളൂ. ഇവിടെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണെന്ന് ഹബക്കൂക്ക് 2:4 പ്രവാചകൻ പറഞ്ഞിരുന്നു. 24 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ നീതീകരിക്കപ്പെടുന്നത് കൃപയാലാണ്, സൗജന്യമായാണ്. അതുകൊണ്ട് മനുഷ്യന് രക്ഷ പ്രാപിക്കണമെങ്കിൽ സൗജന്യമായി ലഭിക്കുന്നത് വാങ്ങണം.
ദൈവകൃപയാൽ ലഭിക്കുന്നത് വാങ്ങണം. എങ്കിലേ അവന് വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ. നീതീകരണം എന്ന് പറയുന്നത് അത് ന്യായപ്രമാണത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് ലഭിച്ചതാണ്. ന്യായപ്രമാണത്തിലൂടെ നമുക്ക് ലഭിച്ചതല്ല. ന്യായപ്രമാണം കഴിഞ്ഞുള്ള ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറുവില കൊടുത്താണ് നമ്മെ വീണ്ടെടുക്കേണ്ടത്. ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ വീണ്ടെടുക്കാൻ കഴിയയില്ലെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് അവന് ഒരിക്കലും കഴിയുകയില്ല എന്നാണ്. സഹോദരൻ മരണം കാണാതെ എന്തേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പില്ല കൊടുക്കുവാനോ ആർക്കും ഒരു നാളും കഴിയുകയില്ല. അതാണ് പ്രമാണം, ന്യായപ്രമാണം. അപ്പം ന്യായപ്രമാണം വെച്ച് ആരെയെങ്കിലും വീണ്ടെടുക്കാൻ ഒക്കുമോ? ന്യായപ്രമാണത്തിൻ്റെ പ്രമാണം വെച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ ഒക്കുമോ? ഒക്കുകയില്ല. അപ്പോൾ ഇവിടെ വീണ്ടെടുപ്പ് ആവശ്യമാണ്. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ അത് മറുവില കൊടുത്ത് വീണ്ടും വാങ്ങുന്നതിനെ കുറിച്ചുള്ള വാക്കാണത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ബൈബിളിലെ ഏറ്റവും കേന്ദ്ര വിഷയമാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതിന് മറുവില കൊടുത്ത് മോചിപ്പിക്കുക എന്ന അർത്ഥമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അഗോറാസൻ എന്നാണ് ഈ വീണ്ടെടുപ്പിന് ഗ്രീക്കിലെ പദം, അഗോറാസൻ. അഗോറ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അടിമച്ചന്ത എന്നാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ അഗോറ എന്ന് പറയുന്നത് അടിമച്ചന്തയിൽ നിന്ന് ഒരാളെ വീണ്ടെടുക്കുന്ന ആ വീണ്ടെടുപ്പിനാണ് യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം നാം പാപത്തിന് അടിമകളായിരുന്നു. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഒരു വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് മോചിപ്പിച്ചിരിക്കുകയാണ്. ഗ്രീക്കിൽ ആ വാക്ക് അതിന് അപ്പോലുസ്ട്രോസിസ് എന്ന് പറയും. വില കൊടുത്ത് വിടുവിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വില കൊടുത്ത് മോചിപ്പിക്കുന്ന ആ പ്രവൃത്തി അത് ചെയ്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്നത് കർത്താവാണ്. കർത്താവിനല്ലാതെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം അതിൻ്റെ വില കൊടുത്തിരിക്കുന്നത് കർത്താവാണ്. അതിൻ്റെ വിലയാണ് തൻ്റെ വിലയേറിയ രക്തം. അപ്പോസ്തലൻ പറയുന്നുണ്ട്, എഫേസോസ് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സമ്പാദിച്ച അവൻ്റെ സഭ എന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ് ഓരോ വിശ്വാസിയും. ഇനിയും ഇസ്രായേലിനെയും വീണ്ടെടുക്കുന്നത് ഈ പുതിയ നിയമകാലത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും ദൈവസഭ മുഴുവനും വീണ്ടെടുപ്പുകാരൻ കർത്താവാണ്. ഇനിയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ ഇനി ഭാവിയിൽ വീണ്ടെടുക്കുവാൻ ഒരുവൻ വരുന്നുണ്ട്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അതും കർത്താവായ യേശുക്രിസ്തുവാണ്. അവനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ യാക്കോബിൽ നിന്ന് അഭക്തി മാറ്റും. അതാണ് റോമാലേഖനം 11:26 വരുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ അന്തിമമായ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്ന അധ്യായമാണത്, 11-ാം അധ്യായം. അപ്പോൾ അവിടെ പറയുന്ന 9-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പഴയകാല അനുഭവങ്ങളെ പറയുന്നതാണ്. റോമാലേഖനം 10-ാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. റോമാലേഖനം 11-ാം അധ്യായം ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കും. അതായത് തൻ്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു അവരെ വീണ്ടെടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്.
അത് പഴയ നിയമകാലത്തുണ്ടായിരുന്ന, ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്ന ഭക്തന്മാരും അറിഞ്ഞിരുന്നു. ഇയ്യോബ് എന്താണ് പറയുന്നത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് 19:25. അതായത് എന്നെ വീണ്ടെടുക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുന്നവനായിട്ട് കാണുകയാണ് എന്നാണ് ഇയ്യോബ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റ് വരും. കർത്താവായ യേശുക്രിസ്തു പൊടിമേൽ നിൽക്കും എന്ന് പറയുന്നതിൻ്റെ സാരം, കർത്താവായ യേശുക്രിസ്തു തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ഭൂമിമേൽ വരും, ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരും. അപ്പോഴാണ് ഇയ്യോബ് അവനെ കാണുന്നത്. ആ ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇയ്യോബ് കാണുന്നത് ആരെയാണ്? വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ആ ഒരു പ്രത്യാശ അവൻ്റെ ഹൃദയത്തിൽ അന്നേ ഉണ്ട്. പഴയ നിയമകാലത്തും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഭക്തന്മാരിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും കുറിച്ച് അവർക്ക് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വീണ്ടെടുപ്പുകാരൻ ഭാവിയിൽ വരും, അവനെ അവർ നേരിട്ട് കാണും എന്നുള്ളത് പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസമായിരുന്നു, അവരുടെ പ്രത്യാശയായിരുന്നു. എല്ലാവരെയും വീണ്ടെടുക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ നമുക്കത് അറിയാം. ആ ഭാഗത്തെക്കുറിച്ച് അധികം നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല, നാം എല്ലാം അറിഞ്ഞിരിക്കുന്ന സത്യമാണത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ളത്. അപ്പോൾ വില കൊടുത്ത് പകരത്തിന് നമ്മുടെ വില കൊടുത്ത് വീണ്ടെടുക്കുവാനുള്ള വില കൊടുത്ത് നമ്മെ മോചിപ്പിക്കുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. അപ്പോലുസ്ട്രോസിസ് എന്ന വാക്ക് വില കൊടുത്തു വീണ്ടെടുത്തു എന്നുള്ളതാണ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതീകരണം എന്ന് പറയുന്നത് അത് സൗജന്യമാണ്. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. കാരണം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? അവനെ പാപമാക്കി. നാം നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മിലുള്ള എല്ലാ പാപവും പാപമറിയാത്തവന്റെ മേൽ ചുമത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ. അങ്ങനെ നീതീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികൾ ചിന്തിക്കേണ്ടത്, എൻ്റെ സകല പാപങ്ങളും എൻ്റെ കർത്താവിൻ്റെ മേൽ ദൈവം ചുമത്തി. കർത്താവ് അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ആ പാപത്തിന്റെ കഠിനമായ ശിക്ഷയാണ് കാൽവറിയിലെ ക്രൂശിൽ അവൻ അനുഭവിച്ചത്. അതുകൊണ്ടാണ് നാം ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് സൗജന്യമായിട്ട് കൃപയാല് തന്നതുകൊണ്ടാണ് നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുമായിരുന്നില്ല എന്നുള്ള തെളിവാണ് 1400 വർഷങ്ങൾ ന്യായപ്രമാണവും വെച്ചും കൊണ്ട് നീതി സ്വയമായിട്ട് നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചവർക്കാർക്കും നീതീകരണം ലഭിച്ചില്ല എന്നുള്ളത് തെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് 25 വാക്യത്തിൽ വായിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഒരാൾക്ക് വേണ്ടിയല്ല,
പരസ്യമായിട്ട് എല്ലാവർക്കും വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പ്രൈവറ്റായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയല്ല, പരസ്യമായിട്ട് സകല മനുഷ്യർക്കും വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ആർക്കും അവൻ്റെ അടുക്കൽ വരാം. ഒരു റിസ്ട്രിക്ഷനുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. ആർക്കും ഏത് നേരത്തും വരാം നീതീകരണം പ്രാപിക്കുവാനായിട്ട്. 26-ാം വാക്യത്തിൽ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതാ ഈ ഒരുത്തൻ ഇവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. കാൽവറിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവൻ മാത്രമേ നിങ്ങളെ നീതീകരിക്കുവാൻ, നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അതെല്ലാ മനുഷ്യരും കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കർത്താവ് കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും ചൊരിയുന്ന കൃപ, കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് ചൊരിയുന്ന ദൈവകൃപ, അതാണ് അതിൻ്റെ ആ ദൈവകൃപ. അത് മൂലമാണ് ഇന്ന് ഏത് മനുഷ്യനും ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അവന് ആ കൃപാസനം എന്നുള്ള വാക്കിന് തന്നെ ഹിലാസ്റ്റീരിയോൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊപ്പിറ്റിയേഷൻ, രഞ്ജിപ്പിക്കുന്ന സ്ഥാനമാണത്, തൃപ്തിപ്പെടുത്തുന്ന സ്ഥാനമാണ്, യോജിപ്പിക്കുന്ന സ്ഥാനമാണ്, പ്രസാദിപ്പിക്കുന്ന സ്ഥാനമാണ്. അവിടെയാ കർത്താവിരിക്കുന്നത്. ഏത് മഹാഭാവിക്കും അടുത്ത് വന്ന് ദൈവവുമായിട്ട് യോജിക്കുവാൻ, ദൈവവുമായിട്ട് ഒത്തുചേരുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ ഇതാ കൃപാസനത്തിൽ ഇങ്ങനെ എപ്പോഴും ഇരിക്കുകയാണ്. ഏതൊരു പാപിയെയും നീതീകരിച്ചിട്ട് ദൈവസന്നിധിയിൽ നിർത്തുവാൻ ഇവൻ നീതിമാൻ, ഇവന് വേണ്ടി ഞാൻ എൻ്റെ രക്തം ചൊരിഞ്ഞിരിക്കുന്നു, അവനത് വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു, ഇതാ ഇവൻ നീതിമാൻ എന്ന് പറയാൻ വേണ്ടി കൃപാസനത്തിൽ കർത്താവിരിക്കുകയാണ്. അവൻ്റെ അടുക്കൽ വരാതെ, അവനിൽ ആശ്രയിക്കാതെ ഒരു മനുഷ്യനും നീതീകരണം പ്രാപിപ്പാൻ കഴിയില്ല. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അവൻ്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും നീതിമാനാവുകയില്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ആകയാൽ പ്രശംസ എവിടെ? ഒരു മനുഷ്യന് സ്വയം പ്രശംസിപ്പാനുണ്ടോ? ഇല്ല. കൃപ, ദാനം, ദൈവത്തിൻ്റെ മനസ്സലിവ്, അതുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി നീതിമാനായിട്ട് തീരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം തീരാൻ പോകുകയാണ്. ഒരുവന്റെ മേന്മയോ പ്രവൃത്തിയോ കൊണ്ടല്ല, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. അതിൻ്റെ പ്രശംസ വ്യക്തിക്കല്ല, പിന്നെയോ ആരവനെ നീതീകരിക്കുന്നവോ അവനാണ് അതിൻ്റെ പ്രശംസയുള്ളത്. അതുകൊണ്ട് കർത്താവിൽ പ്രശംസിക്കാം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് നാം വായിക്കുന്നുണ്ട്. 28-ാം വാക്യം, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇവിടെ പൗലോസ് ഒരു സെന്റൻസ് അവിടെ പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കേൾവിക്കാരോടല്ലെങ്കിൽ വായിക്കുന്ന വായനക്കാരോട് പറയുകയാണ് പൗലോസ്. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ, ന്യായപ്രമാണം മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണമെന്ന പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു മുഖാന്തരം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അറിയുന്നു, നാം അനുമാനിക്കുന്നു. അതായത് മനുഷ്യന്റെ യാതൊരു പ്രശംസയും നീതീകരണത്തിന്റെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ആ നീതീകരണം യഹൂദജാതിക്കും യവനനും സകല മനുഷ്യവർഗത്തിനും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും
ഒരുപോലെ ദാനമായിട്ടാണ് ദൈവം നൽകുന്നത്. 29-ാം വാക്യം, അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സകല ജാതികൾക്കും നീതീകരണം ഒരുപോലെ ദൈവം നൽകുകയാണ്. സകല മനുഷ്യർക്കും ദൈവം ഒരുവൻ, വേറെ ദൈവമില്ല. അത് യഹൂദനായാലും യമനനായാലും ഏത് ജാതിയായാലും എല്ലാവർക്കും ദൈവം ഒരുവനാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ളത് അവിടെ ആ ദൈവം അഥവാ മധ്യസ്ഥനായ വീണ്ടെടുപ്പുകാരനായ മറുവില കൊടുത്ത വീണ്ടെടുത്ത ആ ദൈവം കർത്താവായ യേശു ക്രിസ്തു, അവനിൽ കൂടി അല്ലാതെ വീണ്ടെടുപ്പ് ഇല്ല എന്നുള്ളതാണ്. 30-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. പിന്നെയും ദൈവമേകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഇസ്രായേൽ അവരുടെ ആരാധന കഴിഞ്ഞ് ജനമെല്ലാം പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്. അതിന് പറയുന്നത് ക്ഷേമ ഇസ്രായേൽ എന്നാണ്. ക്ഷേമ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കേൾക്ക ഇസ്രായേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ഷേമ കേൾക്കുക, ക്ഷേമ ഇസ്രായേൽ. യാഹ്വേ എലോഹീനു യാഹ്വേ എഹാദ്. അതായത് ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് എല്ലാ ദിവസവും അവരുടെ ആരാധന കഴിയുമ്പോൾ അവർ ഏറ്റുപറയുന്ന വാക്കാണിത്. 31-ാം വാക്യത്തില് റോമർ 3:31, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നവോ ഒരു നാളുമില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അതായത് ആ 31-ാം വാക്യം അടുത്ത അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിട്ട് വരേണ്ടതാണ്. കാരണം 4-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടാണത്. ആ 31-ാം വാക്യം 3:31 എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിട്ട് വരണം. അവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നവോ ഒരു നാളുമില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം പഴയ നിയമത്തെ റദ്ദാക്കിക്കളയുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ല, അതിനെ ഉറപ്പിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എങ്ങനെ ഉറപ്പിക്കും? നമ്മുടെ വിശ്വാസം അത് ന്യായപ്രമാണത്തെ നീക്കുകയാണോ ഉറപ്പിക്കുകയാണോ എന്നാണ് ഇവിടെ പൗലോസ് ചോദിക്കുന്നത്. അത് 31-ാം വാക്യത്തിലാണ് ചോദിക്കുന്നത്. ഇനി അതിൻ്റെ ഉത്തരം പറയുന്നത് 4-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് താഴോട്ടാണ്. അവിടെ ഇന്ന് പറയുവാൻ എനിക്ക് നേരമില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച വിഹിതമായാൽ അത് പറയാം. അവിടെ പറയുകയാണ്, ന്യായപ്രമാണ കാലത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ആളും ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്ന ആളും ഇനി കൃപായുഗത്ത് ജീവിച്ചിരിക്കുന്ന ആളും ഇനി അത് കഴിഞ്ഞ് വരാൻ പോകുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളും, ഇവരെല്ലാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. അടിസ്ഥാനം വിശ്വാസമാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അതായത് ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ദാവീദ് നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഇന്നത്തെ കൃപായുഗത്തിൽ ഏതൊരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ഇനി ഭാവിയിൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു എന്ന മശിഹായിൽ അവർ വിളിച്ചപേക്ഷിച്ച് അവനിൽ വിശ്വസിക്കുമ്പോഴാണ്. നീയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഏറ്റുപറയുമ്പോഴാണ് അവരും നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തുടർന്നുള്ള അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നത്, ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ
വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ, യാതൊരു പ്രവൃത്തി കൊണ്ടും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നീതീകരണത്തിൻ്റെ ആദ്യ പടിയാണ് നാം ഇവിടെ ശ്രദ്ധിച്ചു വരുന്നത്. അതിനെ തുടർന്ന് പറഞ്ഞു പോവുകയാണ് ആ ലേഖനത്തിൽ. അത് ദൈവഹിതമായാൽ തുടർന്ന് നമുക്ക് പഠിക്കാം. എന്താണ് നീതീകരണം, അതിൻ്റെ ദൃഢത എന്താണ്, അർത്ഥമെന്താണ് എന്ന് പൂർണ്ണ നിലയിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.